വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ബോക്സിംഗ് ഡേനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ മാച്ചിനെ കുറിച്ചും കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിംഗ് ഡേ ലിവർപൂൾ അങ്ങോട്ട് തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിക്കുള്ളൊരു പെർഫോമൻസാണ് ലിവർപൂൾ ഇന്നലെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് മുതൽ നടന്നിട്ടുള്ള മാച്ചുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മാൻ സിറ്റി വേഴ്സസ് എവർട്ടൺ മാച്ച് നടന്നു. ആ മാച്ച് പ്രെഡിക്റ്റബിൾ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സമനില അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി തോൽക്കുന്നതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കോൺഫിഡൻസ് കാര്യമായിട്ട് ഡിപ്പായിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ടീമിൽ മെൻറ്റാലിറ്റി മോൺസ്റ്റർ എന്നൊക്കെ പറയുന്ന ഏർലിംഗ് ഹാലൻഡിൻ്റെ കോൺഫിഡൻസ് അടക്കം കാര്യമായിട്ട് ഡിപ്പായിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ് അവർ മാധ്യമപ്രവർത്തകർക്കും കൊടുക്കുന്നതൊക്കെ. ഇപ്പോൾ ഇന്നലത്തെ മാച്ചിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാൻ സിറ്റിയാണ് ഗോൾ ഓപ്പൺ ചെയ്യുന്നത്, പക്ഷേ എവർട്ടണ് അത് അടിപൊളിയായിട്ട് തിരിച്ചടിച്ചു. എൻഡേയാണ് തിരിച്ചടിക്കുന്നത്, പിന്നീട് എൻഡേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എവർട്ടൻ്റെ കൗണ്ടർ അറ്റാക്കൊക്കെ പാളിപ്പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. എൻഡായ 90 മിനിറ്റ് ചിലപ്പോൾ കളിച്ചിരുന്നെങ്കിൽ ഒരു ഗോളും കൂടെയൊക്കെ ചിലപ്പോൾ വീണേനെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ എർലിംഗ് ഹാലൻഡിൻ്റെ ഒരു പെനാൽറ്റി മിസ്സ് മാൻ സിറ്റിൻ്റെ മാച്ചിൽ നടക്കുന്നുണ്ട്. അത് എപ്പോഴും നമ്മൾ കാണുന്നൊരു സംഗതിയല്ല. ഹാലൻഡ് പൊതുവെ പെനാൽറ്റീസൊക്കെ ശ്രദ്ധിച്ച് സ്കോർ ചെയ്യുന്നൊരു മനുഷ്യനാണ്. പക്ഷേ പെനാൽറ്റി ആൾ മിസ് ചെയ്തു. ആൾ പെനാൽറ്റി മുമ്പ് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഹാലൻഡിനെ പോലത്തെ ഒരു പ്ലെയർ, ഒരു സ്ട്രൈക്കർ പെനാൽറ്റി മിസ് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ടീം വിജയങ്ങൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയും സ്കോർ ചെയ്യേണ്ട ഒരു പെനാൽറ്റി ആയിരുന്നു, പക്ഷേ മിസ് ചെയ്തു. സോ ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് താഴും, അത് സ്വാഭാവികമാണ്. അപ്പം അതാണ് നിലവിൽ മാൻ സിറ്റിയിലെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും മോശം പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ബോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടിയത് നമ്മുടെ സാവിഞ്ഞോ മാത്രമാണ്. ഇപ്പം നമ്മൾ ആരുടെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ, നമ്മുടെ ഫിൽഫോർഡിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും, ഗ്രീലിഷിൻ്റെ അങ്ങോട്ട് നോക്കുവാണെങ്കിലും, ഡോക്കുവിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിലും, ബെർണാഡോ സിൽവ, ഗുണ്ടോഗൻ, എല്ലാവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഭയങ്കര മോശമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിൽ കളിച്ച റിക്കോ ലൂയിസൊക്കെ ആയിരുന്നു. റിക്കോ ലൂയിസിനും വലിയ രീതിക്കൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എനിവേ സിറ്റി അവസാനത്തെ 13 മത്സരങ്ങളിൽ നിന്ന് വെറും ഒരു വിജയം മാത്രമാണ് നേടിയിട്ടുള്ളത്. 9 തോൽവി 9 തോൽവി 3 സമനില. അതാണിപ്പം സിറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സമീപകാല ചരിത്രത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം ഇതിന് എന്ത് സൊല്യൂഷൻ പെപ്പ് കണ്ടെത്തുന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു പുതിയ സൈനിങ്ങുകൾ കൊണ്ടുവരിക എന്നുള്ളതിനാണ് ആ സൊല്യൂഷനിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇപ്പം ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ പെപ്പ് ലെഫ്റ്റ് സൈഡൊക്കെ കുറേ ഓവർലോഡ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡ് ചത്ത പോലെയാണ്. ഗോർഡിയോൾ മാത്രമാണ് ആ സൈഡിലുള്ളത്. അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കുറേ കൂടി ഡീപ്പിലേക്ക് ഹാലൻഡൊക്കെ പലപ്പോഴും വരുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഒന്നും എഫക്റ്റീവ് ആവുന്നില്ല. അതാണ്. അതേസമയം അറിയാലോ, സീൻ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ടീംസിന് എപ്പോഴും പണി കൊടുക്കുന്ന തരത്തിലുള്ളൊരു മനുഷ്യനാണ്. ഈ ഒരു സീസണിൽ ലിവർപൂളിനോട് അവർ കളിച്ചിട്ടില്ല. ആഴ്സണലിനോട് അവർ സമനില പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചെൽസിനോട് സമനില പിടിച്ചിട്ടുണ്ട്. അതേസമയം മാൻ സിറ്റിനായിട്ട് വരുമ്പോഴും ഡ്രോ പിടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. അപ്പോൾ ലിവർപൂൾ ഫാൻസ് പറയുന്നത് എന്തായാലും ആ മേഴ്സിസൈഡ് ഡെർബി മാറ്റി വെച്ച് നന്നായിന്നാ. കാരണം നിലവിൽ എവർട്ടൺ അത്രയും നല്ലൊരു ഫോമിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭീകര ഫോമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും സോണ്ടാഷിൻ്റെ ടീമാണ്. എപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം എവർട്ടൻ്റെ സൈഡിൽ നിന്ന് ഒരു നല്ല ഡിഫൻസ് പ്ലസ് ഒരു പ്രോപ്പറായിട്ട് കൗണ്ടർ അറ്റാക്കൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻഡായോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനോട് പേഴ്സണലി എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. എൻഡായോനെ 90 മിനിറ്റ് അത്യാവശ്യം കുറച്ച് നേരം കൂടി കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറായിരുന്നു. പിന്നെ അവസാന നിമിഷത്തിൽ എവർട്ടണ് നല്ലൊരു ചാൻസ് കിട്ടുന്നുണ്ട്. ശരിക്കും അത് ബ്രോഹ ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോയി ശരിക്കും ഒരു 4 vs 2 വരുന്നുണ്ട്. സിറ്റിൻ്റെ 2 vs എവർട്ടൻ്റെ 4. ഒന്ന് ബ്രോഹ ആ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് ആ ബോൾ നല്ലോണം ലാഗാക്കി. ബ്രോഹ അത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കണ്ടില്ല. ബ്രോഹ അത് റിലീസ് ചെയ്തതിനു ശേഷം ആർക്കാണ് കൊടുക്കുന്നത്? അത് ഹാരിസണാണ് കൊടുക്കുന്നത്. ഹാരിസൺ എന്താ കാണിച്ചത്? ഹാരിസണ് അത് പാസ് ഇടാൻ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ബ്രോഹ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അപ്പുറത്ത് മിക്കലൊങ്ക ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനെ ആൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് 3 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആളതിൽ ഏറ്റവും വേഴ്സ്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്, ഷോട്ട് അടിക്കുക എന്നുള്ളത്. ആൾ ഷോട്ട് അടിച്ചു, നേരെ ഡിഫൻഡർ കാലിലേക്കാണ് പോകുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ അവസാന സെക്കൻഡിൽ ഓപ്പണായിട്ട് കിട്ടിയ ചാൻസ്
എവർട്ടൺ തൊലച്ച് കളഞ്ഞു. അങ്ങനെയാണ് ആ മത്സരം സമനിലയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എവർട്ടണ് വിജയം ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാച്ചായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ മാൻ സിറ്റിൻ്റെ കാര്യം വല്ലാണ്ട് കഷ്ടമായേനെ. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ അവസാന നിമിഷത്തിൽ ഗോൾ വഴങ്ങിയിട്ട് പരാജയപ്പെടുക. അതേ സംഭവം ശരിക്കും എവർട്ടൻ്റെ കേസിലും സംഭവിച്ചിരുന്നെങ്കിൽ സിറ്റിൻ്റെ മൊറാല് വല്ലാണ്ട് താഴെ പോയേനെ. എനിവേ സിറ്റിക്ക് ഒരു ഡ്രോയെങ്കിലും കിട്ടാൻ വേണ്ടി കഴിഞ്ഞു. പണ്ട് സിറ്റി തോക്കുന്നത് നമ്മൾ കാണുന്ന റയറായിരുന്നു. ഇപ്പോൾ സിറ്റിക്ക് ഒരു ഡ്രോ കിട്ടിയെന്ന് പറയുന്നത് എവർട്ടണെതിരെ. കാലം പോയൊരു പോക്കെ. എനിവേ അതാണിപ്പോൾ സിറ്റിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മറ്റുള്ള മത്സരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്പേഴ്സ് വേഴ്സസ് നോട്ടിംഗ്ഹാം മാച്ച് ആൻ്റണി എലങ്കൻ്റെ ഗോളിൽ നോട്ടിംഗ്ഹാം ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ അതിന് മുമ്പത്തെ സീസണൊക്കെ നോക്കുവാണെങ്കിൽ നോട്ടിംഗ്ഹാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 32 പോയിൻറ്റ് 34 പോയിൻ്റൊക്കെ ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ നോട്ടിംഗ്ഹാം ഫിനിഷ് ചെയ്തത് ജസ്റ്റ് റെലഗേഷൻ സോണിൻ്റെ മുകളിലാണ്, 17ാം സ്ഥാനത്തൊക്കെയാണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നത്തെ സീസണിലും ഒക്കെ കിട്ടിയ പോയിൻ്റ് ഉണ്ടല്ലോ, നമ്പർ ഓഫ് പോയിൻറ്റ്സിനേക്കാളും പോയിൻ്റ് ഈ ഒരു സീസൺ പകുതി ആകുമ്പോഴേ അവർക്ക് നേടാൻ വേണ്ടി കഴിയുന്നുണ്ട്. 18 മാച്ചിൽ നിന്ന് അവർക്ക് 34 പോയിൻ്റ് നേടാൻ വേണ്ടി കഴിയുന്നുണ്ട്. നിലവിൽ ന്യൂനോ എസ്പിരിറ്റോ സാൻഡോൻ്റെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവിടെയാണ് ലീഗിലിരിക്കുന്നത്? 3ാം സ്ഥാനത്താണ്. അവരെത്ര കാലം 3ാം സ്ഥാനത്തിരിക്കും, ടോപ്പ് 4-ലിരിക്കും, ടോപ്പ് 6-ലിരിക്കുന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നിലവിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന റണ്ണ് അതിഗംഭീരമാണ്. അടിപൊളി റണ്ണാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ് വുഡ് അവിടെ ഗോളടിച്ച് കൂട്ടുന്നുണ്ട്. ആൻ്റണി എലങ്കൻ്റെ നല്ല പെർഫോമൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവർ ടീമിൽ അത്യാവശ്യം സ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇക്കഴിഞ്ഞ സമ്മറിലല്ല, അതിന് മുമ്പത്തെ സമ്മറിലും അവർ കാര്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്ലെയേഴ്സിനെ ഇറക്കുന്നുണ്ട്. പക്ഷേ ന്യൂനോ ആണ് അവരെ പ്രോപ്പറായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അവരെ പ്രോപ്പറായിട്ട് അണിനിരത്തിയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നത് ആരാണ്? അത് ന്യൂനോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ന്യൂനോൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആൾ സൗദിയിൽ നിന്ന് സാക്ക് കിട്ടിയതാണ്. പിന്നീട് നോട്ടിംഗ്ഹാമിലേക്ക് ആൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെതായ വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല അസ്സൽ പണിയാണ് നിലവിൽ നോട്ടിംഗ്ഹാമിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോസ്റ്റൊക്കെ ഗ്ലൂനെയും ന്യൂനോ തൂക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള മത്സരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വോൾവ്സ് മാച്ച്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വോൾവ്സ് മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് എഗെയിൻ യുണൈറ്റഡിന് ഒരു തോൽവിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. യുണൈറ്റഡിൻ്റെ തോൽവി എന്ന് പറയുമ്പം അവിടെ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു റെഡ് കാർഡ് കിട്ടുന്ന ഒരു ഇൻസിഡൻ്റൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ അനാവശ്യമാണ്. ബ്രൂണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്പൂപ്പ് ടീമിൻ്റെ ക്യാപ്റ്റനൊന്നുമല്ല. ബ്രൂണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനാണ്. ഗ്രൗണ്ടിൽ ആ ഒരു കാംനെസ്സും ആ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയറൊക്കെ ബ്രൂണോ കാണിക്കണം. ഒന്നാമത് ബ്രൂണോ ഗ്രൗണ്ടിലുള്ളപ്പോൾ ആവശ്യത്തിന് പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്നില്ല. പിന്നെ ബ്രൂണോ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചിട്ട് ഗ്രൗണ്ടിൽ ഇല്ലാത്തൊരു രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടീമിൻ്റെ അവസ്ഥ പറയണോ? അല്ലെങ്കിൽ ടീമിൻ്റെ പല പ്ലെയേഴ്സിൻ്റെയും ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പാഴ ആറ്റിറ്റ്യൂഡാണ്, ഭയങ്കര മോശം ആറ്റിറ്റ്യൂഡാണ്. അത് നമുക്ക് നിങ്ങളിപ്പോൾ ഒരു യുണൈറ്റഡ് ഫാൻ അല്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ മാച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ തോന്നും. അവരുടെ ആ ഒരു പ്രോപ്പർ മെൻറ്റാലിറ്റി കാണിക്കാത്തതും പ്രോപ്പർ ക്യാരക്ടർ കാണിക്കാത്തതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു യുണൈറ്റഡ് ഫാൻ അല്ലെങ്കിൽ പോലും നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നും. അതാണ് നിലവിലെ യുണൈറ്റഡിൻ്റെ അവസ്ഥ. അവിടെ അറ്റ്ലീസ്റ്റ് റൂബൻ അമോറിം ഒരു സ്ട്രക്ചറൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഈ പ്ലെയേഴ്സ് ഒന്നും പോരാ. ഈ ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ഒന്നുള്ള പ്ലെയേഴ്സ് അല്ല വേണ്ടത്. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു റീബിൽഡ് നടത്തണം യുണൈറ്റഡിൽ. അല്ലാതെ ഒരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നലെയും അവർ ഒരു സെറ്റ് പീസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കോർണറാണ് കൂഞ്ഞ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റിയിട്ടുള്ളത്. അപ്പം മനസ്സിലാവുന്നില്ല എന്ത് കൈൻഡ് ഓഫ് ഡിഫെൻഡിങ് ആണ് ഇവർ കാണിക്കുന്നതെന്ന്. സെറ്റ് പീസിൽ ടീമിനൊരു അന്തമില്ല. അതായത് എന്തോ കാണിക്കുന്നു, അവസാനം ഗോൾ കൺസിഡർ ചെയ്യുന്നു. ഒരു സീസണിൽ 2 ഒളിമ്പിക് ഗോൾസാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ടീം ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. ഈ ഡയറക്റ്റ് കോർണർ കിക്സ് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ വളരെ വളരെ പാത്തറ്റിക്കാണ് സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് പ്ലേയേഴ്സിൻ്റെ ഫോം മോശം, ആറ്റിറ്റ്യൂഡ് മോശം, ബ്രൂണോ മോശം, സ്ട്രൈക്കേഴ്സ് മോശം, സിർക്സി മോശം, എല്ലാവരും മോശം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അമാദ് കുറച്ച് ഡിപ്പായിട്ടുണ്ട്, മാസ്റോയി ഡിപ്പായിട്ടുണ്ട്, എല്ലാവരും ഡിപ്പായിട്ടുണ്ട്. ഇനി ഈ ടീമിന് എങ്ങനെയെങ്കിലും ഒരു ലീഡ് എടുത്തു കഴിഞ്ഞാൽ ഡിഫൻസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഡിഫൻസിൽ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവർ സെറ്റ് പീസിൽ അത്രയും വീക്കാണ്. നമ്മൾ ഡിഫെൻഡ് ചെയ്ത് പിടിച്ചിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഫ്രീ കിക്കുകൾ വരും, കോർണേഴ്സ് വരും. അതൊന്നും ഡിഫെൻഡ് ചെയ്യാനുള്ള കെൽപ്പ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനില്ല. പിന്നെ ഇവർ
ഡിഫെൻസീവ്ലി എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഡിഫെൻസീവ്ലി പിടിച്ച് നിൽക്കുന്ന ഒരു സ്കീം അവർക്ക് നടക്കില്ല. ഇവർ ഒഫൻസീവ്ലി ഭയങ്കര വീക്കാണ്. പിന്നെ മൈനൂന് വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ ബ്രൂണോ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മോശമാണ്. ഉഗാർട്ടെ ഒക്കെ തന്നെ ഉള്ളൂ അവർക്ക് മിഡ്ഫീൽഡിൽ ഒരു ആശ്വാസം എന്ന് പറയാൻ. നിലവിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടീമിൽ യുണൈറ്റഡ് ഫാൻസിന് പ്രതീക്ഷയുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മാനു ഉഗാർട്ടെ, പിന്നെ ഡിലൈറ്റ്, അതുപോലെ തന്നെ ലെനി യോറോ, അലിസാൻഡ്രോ മാർട്ടിനസ്, മാസറോ, ഇങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിന്, അമാദ് ഡയല്ലോ, ഇങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിനെ മാത്രമേ നിലവിലിപ്പം യുണൈറ്റഡ് ഫാൻസിനൊക്കെ വിശ്വാസമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എടുത്ത് പുറത്ത് കളയണമെന്നാണ് പറയുന്നത്. പക്ഷേ അത് പെട്ടെന്ന് പുറത്ത് കളയുന്നൊന്നും നടക്കുന്ന കേസല്ല. എല്ലാ പ്ലേയേഴ്സിനും അടുത്ത വിൻഡോയിൽ പറഞ്ഞയക്കാനൊന്നും പറ്റൂലല്ലോ. എനിവേ ഒരു സ്ലോ റീബിൽഡ് ആയിരിക്കും അമോറിമിൻ്റെ അണ്ടറിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സീസണിൽ കാണുന്നതിനേക്കാളും ബെറ്റർ യുണൈറ്റഡിന് അടുത്ത സീസണിൽ കാണാൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കാം. ജനുവരിയിലും സൈനിങ് വരാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി വിങ് ബാക്ക് ഏരിയാസിലൊക്കെ അവർക്ക് കൂടുതൽ സ്ട്രെങ്ത്ത് വേണം. അപ്പം അങ്ങനെയൊക്കെയാണ് നിലവിൽ യുണൈറ്റഡിൻ്റെ കാര്യം. പിന്നെ ഇന്നലെ കൂഞ്ഞൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആൾ ശരിക്കും അൺപ്ലേയബിൾ ആയിരുന്നു മത്സരത്തിൻ്റെ 90 മിനിറ്റും. അടിപൊളി പെർഫോമൻസാണ് കൂഞ്ഞ പുറത്തെടുക്കുന്നത്. ആൾ ഒരു ഒളിമ്പിക് ഗോൾ അടിച്ച് അവസാനത്തെ ഗോളിന് വേണ്ടിയിട്ട് ആൾ ഭയങ്കര സെൽഫിഷായിട്ടൊരു അസിസ്റ്റും കൊടുത്തു. ആൾ ബോൾ ക്യാരി ചെയ്ത് അവിടെ എത്തി. ഓപ്പണായിട്ടുള്ളൊരു സ്പേസ് അവിടെ തുറന്ന് കിട്ടി. ആൾ നേരെ നിന്നിട്ട് മറ്റേ പ്ലെയറിന് പാസ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2-0 വോൾസിന് ഒരു വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞു. പാത്തറ്റിക് റിസൾട്ട് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയാം. അവരുടെ മെൻറ്റാലിറ്റിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റിസൾട്ടും കിട്ടിയിട്ടുള്ളത്. പ്രോപ്പർ ക്യാരക്ടർ കാണിക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇതിലും ബെറ്റർ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിവേ ആ ക്യാരക്ടർ എങ്ങനെയെങ്കിലും അമോറിം അവിടെ ബിൽഡ് ചെയ്തെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ അമോറിമിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നതിന് വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പാർട്ട് ഫ്രം ആ സെറ്റ് പീസിൻ്റെ ഏരിയ എല്ലാം അത് മാനേജറിൻ്റെ മേലിലേക്കും ആ സെറ്റ് പീസ് കോച്ചിൻ്റെ മേലിലേക്കൊക്കെ ബ്ലെയിം പോകണം. സെറ്റ് പീസ് അവരെങ്ങനെയും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പ്ലേയേഴ്സും മാതിരി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതിന് നമുക്ക് എത്രത്തോളം അമോറിമിനെ കുറ്റം പറയാൻ പറ്റും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പം അതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചെൽസിൻ്റെ മാച്ചിലേക്ക് പോകണമെങ്കിൽ ചെൽസി തോറ്റു. അതാണ് മറ്റൊരു വാർത്ത. ഫുൾഹാമിനെതിരെ ചെൽസി തോറ്റു. മാർക്കോ സിൽവൻ്റെ ഫുൾഹാമിനെതിരെ ചെൽസി കീഴടങ്ങുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അപ്പം അവസാന നിമിഷമാണ് ഫുൾഹാം വിന്നിങ് ഗോൾ അടിക്കുന്നത്. എനിവേ നമ്മൾ ചെൽസിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര മോശം റിസൾട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻസൊക്കെ പറയുന്നത് അവർ സ്റ്റിൽ ടോപ്പ് 4 റേസിലുണ്ട്. സോ അത്ര മോശമാണെന്നൊന്നും വിചാരിക്കേണ്ടതാണ്. പക്ഷേ എനിവേ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മോശം റിസൾട്ടാണ്. കാരണം അവർക്ക് ലീഗിൽ അവസാനം വരുന്ന ഫിക്സ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ടൈറ്റാണ്. അതിനിപ്പം ഇത്രയും അറിയാലോ, ആ ടേബിളിലേക്ക് നോക്കുമ്പോൾ ടേബിൾ ഭയങ്കര ടൈറ്റാണ്. നോട്ടിംഗ്ഹാമും ന്യൂകാസിലും ആസ്റ്റൺ വില്ല ഇമാതിരി പഹയന്മാരൊക്കെ ഉള്ളൊരു സമയത്ത് ഈ ഒരു സമയത്ത് പോയിൻ്റ് ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ ചെൽസിൻ്റെ അവസാനത്തെ 5-6 മാച്ചുകൾ അല്ലെങ്കിൽ 8 മാച്ചുകളൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറേ തോൽവികളൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ചെൽസി ഇപ്പോൾ ടൈറ്റിൽ റേസിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ടടിക്കും. കൂടുതൽ തോൽവികൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ടോപ്പ് 4 റേസിൽ നിന്നും പിന്നോട്ട് പോവാം. ഓക്കെ, അപ്പം പ്രീമിയർ ലീഗിൽ അറിയാലോ കോമ്പറ്റീഷൻ ഇച്ചിരി ടൈറ്റാണ് ഈ വർഷം. ഇതുവരെ നമ്മൾ നോക്കുന്ന സമയത്ത് ബോൺമൗത്ത് ഉണ്ട് സജീവമായിട്ട് ടോപ്പ് 4ലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആസ്റ്റൺ വില്ലയുണ്ട്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉണ്ട്. ഇനി ചിലപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡൊക്കെ ബാക്കിൽ നിന്ന് അടിച്ച് കയറി വരാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഫൈനലി നമുക്ക് ലിവർപൂളിൻ്റെ മാച്ചിലേക്ക് വരാം. ലിവർപൂളിൻ്റെ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് ലിവർപൂൾ ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലാണ് അവർ ഗോളടിക്കുന്നത്. ഗ്യാക്പോ ഒരു രക്ഷയില്ലാത്ത ഗോളാണ് അടിച്ചത്. ഫസ്റ്റ് ഒരെണ്ണം മറ്റവന്മാരടിച്ചു, ഗ്യാക്പോ തിരിച്ചടിച്ചു. ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നത്. അതായത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോളൊന്ന് തട്ടിയിട്ട് ബോക്സിൻ്റെ പുറത്തുനിന്ന് കർവ് ചെയ്തിട്ട് ആ മൂലക്കിലേക്ക് കയറ്റുന്നൊരു കാഴ്ചയെ കണ്ടത്. അടിപൊളി ഗോളായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള ഗോളായിരുന്നു. അങ്ങനെ 1-1 എത്തിച്ച ശേഷം ഫസ്റ്റ് ഹാഫ് അവരോട് വളരെ മോശമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ടീം ഒന്നാകെ കൊടുക്കുന്നുണ്ട്. കർട്ടിസ് ജോൺസ് ആണെങ്കിലും മാക്കലിസ്റ്റർ ആണെങ്കിലും ഗ്രാവൻ ബാച്ച് ആണെങ്കിലും അവിടെ എല്ലാ പ്ലേയേഴ്സും, പാർണോളിൻ്റെ കേസ് പറയുകയാണെങ്കിലും പിന്നെ എസ്പെഷ്യലി സാലൊക്കെ
തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ. ഈ നിലവിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ്, വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ്. ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മറുപടി എന്ന് പറയുന്നത് അത് നമ്മുടെ മുഹമ്മദ് സല ആണെന്നാണ്. കാരണം അത്രയും വലിയ ഇമ്പാക്റ്റാണ് സല ഓരോ മാച്ചിലും കൊണ്ടുവരുന്നത്. ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ സലൻ്റെ ഒരു ഷോട്ട് ബാർ തട്ടി പോകുന്ന കാഴ്ച കണ്ടു. സെക്കൻഡ് ഹാഫിൽ സല അതിഗംഭീരമായിട്ട് തിരിച്ചു വന്നിട്ട് അവിടെ അസിസ്റ്റും കാര്യങ്ങളെല്ലാം ഗോളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. ഇനിയിപ്പോൾ ഗോൾ അടിച്ചത് സല അല്ലെങ്കിൽ കൂടെ ആ ഗോളിൽ എവിടെയെങ്കിലും ഒരു സല ടച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ലിവർപൂളിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ലിവർപൂളിന് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു സംഗതിയാണ് സല എന്ന് പറയുന്നത്. അവർ സലയിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. കാരണം ഈ ലീഗിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് സെലക്ക് ഒരു കൈൻഡ് ഓഫ് ഫെറ്റീഗ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലിവർപൂളിനെ വല്ലാണ്ട് പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സെല ടൈറ്റിൽ റേസിലേക്ക് എത്തുന്ന സമയത്ത് സെലൻ്റെ നമ്പേഴ്സ് മോശമാണ്. അവസാനത്തെ 8 മാച്ചിൽ സെലൻ്റെ നമ്പേഴ്സ് മോശമാണെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എനിവേ നല്ല പെർഫോമൻസ് ആണ് കർട്ടിസ് ജോൺസിൻ്റെ അടുത്താണെങ്കിലും അർണോൾഡിൻ്റെ അടുത്താണെങ്കിലും. അർണോൾഡിൻ്റെ ഡെലിവറീസൊക്കെ വൺസ് അഗെയിൻ ഒരു രക്ഷയില്ല. പിന്നെ സോബ വരുന്നുണ്ട്. സോബ വന്നതിന് ശേഷം അടിപൊളിയായിട്ട് ആളവിടെ പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ആ ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം ലിവർപൂൾ ഡിഫെൻഡ് ചെയ്തു. അപ്പം ടോട്ടലി ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാബിളിലെ പൊസിഷൻ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിക്കുള്ള ഒരു വിജയം, 3-1 വിജയം. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബോക്സിംഗ് ഡേയിൽ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഫിഡൻസ് നൽകുന്നതാണ്. പിന്നെ സല ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം മാൻ സിറ്റിനി ആ ഒരു ടൈറ്റിൽ റേസിലേക്ക് തിരിച്ചെത്തുമെന്ന്. ആ ഒരു സംഭവം റിയലാണോ എന്ന് നമുക്ക് ഈ സീസൺ കൊണ്ടറിയാം. കാരണം സിറ്റി ഇപ്പോൾ അത്രയും ബാക്കിലാണല്ലോ. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിയൽ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഈ ഒരു ബോക്സിംഗ് ഡേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിവർപൂൾ തൂക്കി എന്ന് പറഞ്ഞാൽ മതി. 3-1 വിജയം അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു. ചെൽസി തോറ്റു, മാൻ സിറ്റി സമനിലയിലേക്ക് പോയി. അതേസമയം ഇനിയിപ്പോൾ ആഴ്സണലിൻ്റെ മാച്ചാണുള്ളത്, അത് നമുക്ക് നോക്കാം. എനിവേ അവർ കംഫർട്ടബിളായിട്ട് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 10 പോയിൻറ്റിൻ്റെ ലീഡോ 9 പോയിൻ്റ് ലീഡൊക്കെ ആയി. അപ്പം നോക്കാം എങ്ങനെ ഇത് പോകുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.